ഇന്ത്യ സിംബാബ്വെ ലോകകപ്പ് മത്സരം നാളെ നടക്കാനിരിക്കുകയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മത്സരമാണ്. ഇന്ത്യ കഴിഞ്ഞ മത്സരം സൗത്ത് ആഫ്രിക്കയോട് തോറ്റതിന് ശേഷം വെസ്റ്റ് ഇൻഡീസിന്റെ മത്സരഫലങ്ങൾ എങ്ങനെയാകും എന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെമി പ്രവേശനത്തിനുള്ള സാധ്യതകൾ. എൻ്റെ കൂടെ അനൂപ് ഷൺമുഖം, ഹാരിസ് നെന്മാറ, രഗിൽ ദേവ്. രഗിൽ ദേവ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, പ്രേക്ഷകരിൽ നിന്നും ഒരാൾക്ക് ടാക്ടിക്സ് സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രേക്ഷകരിൽ നിന്നും നിങ്ങൾ അയക്കുന്ന വീഡിയോകൾ കണ്ട് നമ്മുടെ കൂടെ പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാക്ടിക്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രഗിൽ ദേവ്. അദ്ദേഹം ഒരു പ്രേക്ഷകനാണ്, നമ്മുടെ ഗസ്റ്റാണ്. രഗിൽ തന്നെ പറയാൻ തോന്നുന്നു അദ്ദേഹത്തെ കുറിച്ച്. ഞാനൊരു ഡാറ്റ അനലിസ്റ്റ് ആണ്. എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് ഡാറ്റ സ്പാർക്ക് എന്ന പേരിൽ AI കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം റൺ ചെയ്യാണ് ഞാൻ. ചെറുപ്പത്തിലെ ക്രിക്കറ്റൊക്കെ കാണാറുണ്ട്, കളിക്കാറുണ്ട്. വളരെ പാഷനായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ക്രിക്കറ്റ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് ടാക്ടിക്സ് കാണാറുണ്ട് സ്ഥിരമായിട്ട്? തീർച്ചയായിട്ടും. ഓക്കെ, രഗിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഇന്ത്യ സിംബാബ്വെ മത്സരം നടക്കുകയാണ്. സൂര്യകുമാർ യാദവിന്റെ ഇന്ത്യ, സിക്കന്ദർ റാസയുടെ സിംബാബ്വെ. അപ്പം ഈ മത്സരത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ് അനൂപ് ഷൺമുഖം? MSK ഇതിപ്പോൾ ഗൗതം ഗംഭീറും ക്യാപ്റ്റനും ടീമംഗങ്ങളൊക്കെ തലവഹിക്കുന്നത് ചിലപ്പോൾ ഒരു വലിയ ഗണിതശാസ്ത്രജ്ഞനെ ആലോചിച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരാളുടെ സേവനം ടീം ഇതിനകം തന്നെ നേടിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്രമാത്രം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ഇന്ത്യയുടെ സാധ്യതകൾ. ഏറ്റവും വില്ലനായിട്ട് വരുന്നത് റൺ റേറ്റ് തന്നെയാണ്. ഇന്ത്യയുടെ സാധ്യതകൾ ഏറ്റവും എളുപ്പത്തിലാക്കാനുള്ള ഒറ്റ ഘടകം എന്ന് പറയുന്നത് ഇനിയുള്ള 2 മത്സരവും ഇന്ത്യ ജയിക്കുക എന്നത് മാത്രമാണ്. ആദ്യ കടമ്പ അതാണ്, 2 മത്സരവും ജയിക്കുക. എങ്കിൽ മാത്രമേ സാധ്യതകൾ മുന്നിൽ തുറക്കുന്നുള്ളൂ. ജയിച്ചു കഴിയാൻ മാത്രമല്ല, ഇന്ത്യ 2 കളികളും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത അവിടെ തുറക്കുന്നത് സൗത്ത് ആഫ്രിക്കയും 2 കളികൾ ബാക്കിയുള്ള 2 വെസ്റ്റ് ഇൻഡീസിനെതിരെയും സിംബാബ്വെക്കെതിരെയും ജയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും ത്രൂ സെമിയിലേക്ക് പോവുകയാണ്. വെസ്റ്റ് ഇൻഡീസ് ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് ഒരു സാധ്യത. ഇനി ദക്ഷിണാഫ്രിക്ക 2 മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞാലും അവിടെയും ഇന്ത്യക്ക് ഒരു സാധ്യത വരുന്നുണ്ട്. അതായത് നെറ്റ് റേറ്റ് പരിഗണിക്കാതെ ഉള്ള ഇന്ത്യയുടെ മുന്നേറ്റമാണ് ഞാൻ പറയുന്നത്. ഇനി ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു, സിംബാബ്വെ തോറ്റു, എന്നാൽ പോലും ഇന്ത്യക്ക് ഒരു സാധ്യത അവിടെ തുറക്കുന്നുണ്ട്. റൺ റേറ്റിലേക്ക് കാര്യങ്ങൾ പിന്നീട് വരികയാണ്. വെസ്റ്റ് ഇൻഡീസിനെ കീഴ്പ്പെടുത്തുകയും സിംബാബ്വെയോട് തോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറേ നൂലാമാലകളിൽ കിടക്കുകയാണ് ഈ കളി. നാളത്തെ മത്സരത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് പറയാനുള്ളത്, ഒരു രക്ഷകനെ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകും. അത് ക്യാപ്റ്റൻ ഏറ്റെടുക്കുമോ, അഭിഷേക് ശർമ്മ ഏറ്റെടുക്കുമോ, തിലക് വർമ്മ ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ. നമ്മൾ പാകിസ്ഥാനെതിരെ കണ്ടതുപോലെ ഒരു ഇന്നിങ്സ്